നിങ്ങൾ എപ്പോഴെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ നെർവസ് ആയിരിക്കുമ്പം ചിരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻഫുൾ മെമ്മറിയെക്കുറിച്ച് നിങ്ങൾ കംപ്ലീറ്റ്ലി മറന്നുപോയതായിട്ടോ? ഇതൊന്നും റാൻഡം ബിഹേവിയേഴ്സ് അല്ല. ഇത് നമ്മുടെ മൈൻഡിൻ്റെ ഒരു വേ ഓഫ് പ്രൊട്ടക്റ്റിംഗ് ആണ്. നമ്മളെ ഇമോഷണൽ ഡിസ്കംഫേർട്ടിൽ നിന്നും സ്ട്രെസ്സിൽ നിന്നും അതിനെയൊക്കെ ഫേസ് ചെയ്യുന്നതിന് പകരം നമ്മളെങ്ങനെ ഷീൽഡ് ചെയ്ത് വയ്ക്കുന്നത് പോലത്തെ ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അങ്ങനത്തെ ഒരു ഫാസിനേറ്റിംഗ് ടോപ്പിക്കിനെ കുറിച്ചാണ്, ഡിഫെൻസ് മെക്കാനിസംസ്. ഇതിൽ നമ്മൾ സംസാരിക്കുക നമ്മളുടെ ബ്രെയിൻ നമ്മളെ ഷീൽഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ്, ഇമോഷണൽ ഡിസ്കംഫേർട്ടിൽ നിന്നും സ്ട്രെസ്സിൽ നിന്നും. ഈ കോൺസെപ്റ്റിനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നതും പറഞ്ഞിരിക്കുന്നതും ഒക്കെ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റാണ്. ഇത് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ അഗ്രി ചെയ്യുന്നു എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഈ ഒരു കോൺസെപ്റ്റ് വളരെയധികം ഫാസിനേറ്റിംഗ് ആണ്. ആൻഡ് ഇത് നമുക്ക് നമ്മളുടെ ഡെയിലി ലൈഫിൽ നോട്ടീസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം എന്തൊക്കെയാണ് ഈ ഡിഫെൻസ് മെക്കാനിസംസ് എന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ട്രൈ ചെയ്യാം. ആദ്യം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്താണ് ഈ ഡിഫെൻസ് മെക്കാനിസംസ് എന്ന് പറയുന്നത്. ഈ ഡിഫെൻസ് മെക്കാനിസംസ് നമ്മളുടെ ഇൻറ്റേർണലായിട്ട് നമ്മൾ തന്നെ അറിയാതെ ഒരു അൺകോൺഷ്യസ്ലി സംഭവിക്കുന്ന കുറച്ച് സ്ട്രാറ്റജീസാണ്. ഇത് നമ്മളുടെ ഉള്ളിൽ നിന്നും ആങ്സൈറ്റീനെയും കോൺഫ്ലിക്റ്റിനെയും ഒക്കെ അതിൽ നിന്നും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ മൈൻഡ് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസാണ്. ഫ്രോയിഡ് പറഞ്ഞതനുസരിച്ച് നമ്മളുടെ പേഴ്സണാലിറ്റിക്ക് 3 ഭാഗങ്ങളുണ്ട്: ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഇഡ് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹം തോന്നുന്നത് അത് അപ്പം തന്നെ ചെയ്യുക, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുക. അത് ബേസിക്കലി പ്ലെഷർ പ്രിൻസിപ്പിൾസിൻ്റെ പുറത്താണ് ഇഡ് വർക്ക് ചെയ്യുന്നത്. അതേസമയത്ത് സൂപ്പർ ഈഗോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ മോറൽ പ്രിൻസിപ്പിൾസ്, എന്താണോ കറക്റ്റ് എന്താണോ റോങ് അതൊക്കെ നോക്കി മാത്രം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നാണ് സൂപ്പർ ഈഗോ എന്ന പാർട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതേസമയത്ത് ഈഗോ എന്ന് പറയുന്നത് ഇത് രണ്ടിൻ്റെയും ഇടയ്ക്ക് ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്ത് ഒരു മീഡിയേഷനൊക്കെ വരുത്തി പ്രോപ്പറായിട്ട് എന്താണോ നമുക്ക് വേണ്ടത് അതങ്ങ് ചെയ്തുകൊണ്ട് പോകുന്നതാണ് ഈഗോൻ്റെ പാർട്ട്. അപ്പം ഈ 3 പാർട്സ് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഒരു ബാലൻസ് ഇല്ലായ്മ വരുന്ന സമയത്താണ് ഈ ഡിഫെൻസ് മെക്കാനിസംസ് ഉണ്ടാവുന്നത്. അങ്ങനെ ഈ ഡിഫെൻസ് മെക്കാനിസംസ് ഉണ്ടാവുന്നത് നമ്മുടെ സെൻസ് ഓഫ് സെൽഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ്. ഇനി നമുക്ക് ഫ്രോയിഡ് പറഞ്ഞ മേജറായിട്ടുള്ള ഡിഫെൻസ് മെക്കാനിസംസ് ഏതൊക്കെയാണെന്ന് ഒന്നൊന്നായിട്ട് നോക്കാം. അതിലാദ്യത്തേതാണ് റിപ്രഷൻ. ഇതെന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസ് അല്ലെങ്കിൽ തോട്ട്സിനെ നമ്മളുടെ മൈൻഡിൻ്റെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള അറയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചൈൽഡ്ഹുഡിൽ ഫേസ് ചെയ്ത ഏതെങ്കിലും ഒരു ട്രോമാറ്റിക് ഈവൻറ്റ്, അതിനെക്കുറിച്ച് ഇപ്പം നിങ്ങൾക്ക് ചിലപ്പം ഓർമ്മ പോലും ഉണ്ടാവില്ല. അതിന് കാരണം അവിടെ റിപ്രഷനാണ് സംഭവിച്ചിരിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഓർമ്മകളുണ്ടെങ്കിൽ അത് നമ്മളുടെ മനസ്സ് നമ്മൾ പോലും അറിയാതെ എവിടെയോ അങ്ങ് ഒളിപ്പിച്ച് വെക്കുന്നതാണ്. അങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്ന ഓർമ്മകൾ ഈ ഓർമ്മയായിട്ട് തന്നെ നമുക്ക് റീസർഫേസ് ആയില്ലെങ്കിൽ പോലും നമുക്ക് ആങ്സൈറ്റി ആയിട്ടോ പേടിയായിട്ടോ ഒക്കെ ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഫീൽ ചെയ്യിപ്പിക്കാവുന്നതാണ്. അടുത്ത ഡിഫെൻസ് മെക്കാനിസമാണ് ഡിനയൽ. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സത്യം അല്ലെങ്കിൽ നമ്മൾ ബേർഡൻ ചെയ്യും, നമുക്ക് ഇമോഷണൽ പെയിൻ കോസ് ചെയ്യുമെന്ന് തോന്നുന്ന ഒരു സത്യത്തിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, ലൈക്ക് നമ്മുടെ മൈൻഡ് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മളെ സമ്മതിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ അടുത്ത് ഒരു ഡോക്ടർ വന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ഒരു അസുഖമുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ മൈൻഡ് ഈ ഡോക്ടർ പറഞ്ഞ ഈ ഒരു സത്യത്തിനെ ആക്സെപ്റ്റ് ചെയ്യാൻ സമ്മതിക്കാതെ എനിക്ക് പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചു, ലൈക്ക് ഫൈനലൈസായി, രണ്ടുപേരും തമ്മിൽ ബ്രേക്കപ്പായി. പക്ഷെ ഒരു പാർട്ട്ണർക്ക് തോന്നുകയാണ് ഇല്ല ഇത് ജസ്റ്റ് ഒരു ഫൈറ്റ് മാത്രമല്ലേ, വീണ്ടും സംസാരിച്ച് എല്ലാം ശരിയാക്കി എടുക്കാൻ പറ്റില്ലേ. അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലിരിക്കുന്നതിനെയാണ് ഡിനയൽ എന്ന് പറയുന്നത്. ഇത് ഒരു ടെമ്പററി റിലീഫൊക്കെ നമുക്ക് തന്നു എന്ന് വരാം, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് എങ്ങനെയാണോ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടാതെ വരാം. അടുത്ത ഒരു ഡിഫെൻസ് മെക്കാനിസമാണ് പ്രൊജക്ഷൻ. ഇതിൽ സംഭവിക്കുന്നത് നമുക്കൊരു ഫീലിംഗ് ഉണ്ട്, പക്ഷെ ആ ഫീലിങ്ങിനെ നമ്മൾ തന്നെ ഓൺ ചെയ്യാതെ നമ്മൾ വേറൊരാളിലേക്ക് അതിനെങ്ങനെ പറയുകയാണ് അയാൾക്കാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്ന്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരാളുടെ അടുത്ത് ആക്ച്വലി കുറച്ച് അസൂയുണ്ട്, പക്ഷെ നിങ്ങൾ പറയുകയാണ് അയാൾക്ക് എൻ്റെ അടുത്ത് ഭയങ്കര അസൂയ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഒരാൾക്ക് എൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യമാണ്, പക്ഷേ ഡീപ്പ് ഡൗൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളാണ് ആക്ച്വലി അയാളുടെ അടുത്ത് അപ്സെറ്റ് ആയിട്ടുള്ളത്.
ഈ ഇടയ്ക്ക് രമേശ് പിഷാരടി ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടിരുന്നു, ഒരു ഷൂട്ട് നടക്കുകയാണ്, 2 മണിക്കൂറത്തെ പരിപാടിയായിരുന്നു, ക്യാമറാമാൻ വീഡിയോ ഒക്കെ എടുത്തു, എല്ലാം കഴിഞ്ഞു, ബാക്കപ്പായി. ആ സമയത്ത് പുള്ളീൻ്റെ കയ്യിൽ നിന്നും എന്തോ സംഭവിച്ച ആ ഫുട്ടേജ് ഡിലീറ്റ് ആയിപ്പോയി. ആ സമയത്ത് ഈ ക്യാമറാമാൻ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോവുകയാണ്, എന്നിട്ട് പറയുകയാണ്, സർ ടെൻഷനൊന്നും അടിക്കേണ്ട കേട്ടോ, എല്ലാം ശരിയാവും, നമുക്ക് നോക്കാം, ടെൻഷനൊന്നും അടിക്കേണ്ട കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, പുള്ളിക്ക് സ്വന്തമായിട്ട് ഭയങ്കര അധികം ടെൻഷനുണ്ട്. പക്ഷെ പുള്ളി എന്താ പറയുന്നത്, പ്രൊഡ്യൂസർ മാത്രമാണ് ടെൻഷൻ എന്ന രീതിയിൽ അതിനാക്കുകയാണ്. അതിവിടെ സംഭവിക്കുന്ന പ്രൊജക്ഷനാണ്. അടുത്ത ഡിഫൻസ് മെക്കാനിസമാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ ബോസ് ഓഫീസിൽ വളരെയധികം നിങ്ങളെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിച്ചു, ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചു, അങ്ങനെയൊക്കെ ഉണ്ടായി. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്തോ മക്കളുടെ അടുത്തോ ഷൗട്ട് ചെയ്യുകയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, നിങ്ങൾക്ക് ആക്ച്വലി എന്ത് ഇമോഷൻ ആരുടെ അടുത്താണോ തോന്നിയത് അവിടെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ സേഫർ ടാർഗറ്റിൻ്റെ അടുത്തേക്ക് ആ ഇമോഷനെ റീഡയറക്റ്റാണ് ചെയ്യുന്നത്. ആ ഫ്രസ്ട്രേഷൻ ബോസിൻ്റെ അടുത്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് പാർട്ട്ണറിൻ്റെ അടുത്തും മക്കളുടെ അടുത്തും കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ നമ്മുടെ മൈൻഡ് നമ്മളിൽ നിന്നും ആ ഇമോഷണൽ ബേർഡൻ കുറയ്ക്കാനായിട്ട് നമ്മൾ പോലും അറിയാതെ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അടുത്തൊരു ഡിഫൻസ് മെക്കാനിസമാണ് റിഗ്രഷൻ. ഇതിൽ സംഭവിക്കുന്നത്, നമ്മൾ വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലിരിക്കുമ്പോൾ നമ്മൾക്ക് കുഞ്ഞുനാളിൽ എന്തൊക്കെയാണോ നമുക്ക് കംഫേർട്ട് തന്നിരുന്നത് ആ കാര്യങ്ങൾ തന്നെ നമ്മൾ വീണ്ടും ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കുമ്പം ഇരുന്ന് കാർട്ടൂൺ കാണുക, അല്ലെങ്കിൽ ബാലരമ വായിക്കുക, അല്ലെങ്കിൽ ബെഞ്ച് ഈറ്റിംഗ് ചെയ്യുക, അല്ലെങ്കിൽ ടെഡി ബെയറിനെ കെട്ടിപ്പിടിച്ച് കിടക്കുക. അടുത്തൊരു ഡിഫൻസ് മെക്കാനിസമാണ് റാഷണലൈസേഷൻ. ഇവിടെ സംഭവിക്കുന്നത്, ഒരു കാര്യം നടന്നു, അത് കാരണം നമുക്ക് ഒരു ഇമോഷൻ ഫീൽ ചെയ്യുന്നു. പക്ഷേ ആ ഇമോഷൻ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു ലോജിക് ഉപയോഗിച്ച് ആ ഒരു സിറ്റുവേഷനെയും ആ ഇമോഷനെയും ഒക്കെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആലോചിക്കൂ, ഇത് നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒരു ടെസ്റ്റ് സംഭവിച്ചു, ആ ടെസ്റ്റിൽ നമുക്ക് മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ഫെയിലായി എന്ന് വിചാരിക്കും. ആ സമയത്ത് നമ്മൾ പറയുകയാണ്, ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു ക്വസ്റ്റ്യൻസ് മൊത്തം, ഈ ടെസ്റ്റ് തന്നെ അൺഫെയർ ആയിരുന്നു. ആക്ച്വലി നമ്മളുടെ ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ ആയിരിക്കാം. അത് നമ്മൾ ഓൺ ചെയ്യുന്നതിന് പകരം നമ്മൾ വേറൊരു ലോജിക്ക് അവിടെ അപ്ലൈ ചെയ്യാനാണ് നോക്കുന്നത്. ഇതിൽ വേറൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളൊരു ജോബ് ഇൻ്റർവ്യൂവിന് പോയി, ആ ജോബ് ഇൻ്റർവ്യൂവിന് സെലക്ട് ആയില്ല, പക്ഷെ അപ്പോൾ പറയുകയാണ്, എനിക്ക് ഈ ജോബ് അല്ലെങ്കിലും വേണ്ടായിരുന്നു. അടുത്ത ഡിഫൻസ് മെക്കാനിസമാണ് റിയാക്ഷൻ ഫോർമേഷൻ. ഇതിൽ സംഭവിക്കുന്നത്, നമുക്ക് ആക്ച്വലി ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, ഒരു ഇമോഷൻ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യം നമ്മൾ മുന്നോട്ടേക്ക് വയ്ക്കുകയാണ്. അതിൻ്റെ പുറകിലുള്ള റീസൺ ചിലപ്പം നമുക്ക് ഈ തോന്നുന്ന ഒരു ഫീലിംഗ് അത് നമുക്ക് തന്നെ അൺഅക്സെപ്റ്റബിൾ ആൻഡ് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വർക്കറിൻ്റെ അടുത്ത് ഭയങ്കര ഹോസ്റ്റൈലായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, ഇഷ്ടമല്ല ആക്ച്വലി. പക്ഷേ നിങ്ങൾ ഓവർലി കൈൻഡായിട്ടും ഭയങ്കര എക്സാജറേറ്റഡ് ആയിട്ട് കെയർ കാണിക്കുക, അങ്ങനെയൊക്കെ നേരെ ഓപ്പോസിറ്റ് വേയിലാണ് അയാളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. അത് മേ ബി ബിക്കോസ് നിങ്ങൾക്ക് തന്നെ തോന്നുന്നു, ഈ ഇഷ്ടമില്ലായ്മ എന്തുകൊണ്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ആ ഒരു ഇഷ്ടമില്ലായ്മ നിങ്ങൾക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. വേറൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വളരെയധികം ഇൻസെക്യൂരിറ്റീസ് നിങ്ങളുടെ മനസ്സിലുണ്ട് നിങ്ങളെക്കുറിച്ച്. പക്ഷേ നിങ്ങൾ പുറത്ത് പോർട്രേ ചെയ്യുന്ന നിങ്ങളുടെ ഒരു ഇമേജ് ഭയങ്കര അധികം ഓവർലി സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെങ്കിൽ അതിനെയും നമുക്ക് റിയാക്ഷൻ ഫോർമേഷനായിട്ട് പറയാം. കാരണം നിങ്ങളുടെ റിയൽ ഫീലിങ്സിന് നിങ്ങൾ മാസ്ക് ചെയ്ത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പോർട്രേ ചെയ്യുന്നത്. അടുത്തതാണ് അൺഡൂയിങ്. ഇതിൽ സംഭവിക്കുന്നത്, ആക്ച്വലി നിങ്ങളൊരു കാര്യം ചെയ്തു, ഒരു തോട്ട് വന്നു, അല്ലെങ്കിൽ ഒരു ഫീലിംഗ് വന്നു, ഒരു ആക്ഷൻ സംഭവിച്ചു. പക്ഷേ ആ സമയത്ത് ഈ ഒരു ആക്ഷൻ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ്, ഇത് മോറലി റോങ് ആണ്, ഞാൻ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം അത് കാരണം ഉണ്ടായി. അപ്പോൾ ഇതിനെ ക്യാൻസൽ ഔട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ വേറൊരു കാര്യം ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ അടിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമമുണ്ടായി, ഞാൻ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നിയിട്ട് ആ കുട്ടിക്ക് അന്ന് തന്നെ വൈകിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുകയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, അൺഡൂയിങ് ആണ് സംഭവിക്കുന്നത്. അടുത്തൊരു ഡിഫൻസ് മെക്കാനിസമാണ് സബ്ലിമേഷൻ. ഇതിനകത്ത് സംഭവിക്കുന്നത്, നമ്മളുടെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെയും ഫീലിങ്സിനെയും ഒക്കെ നമ്മൾ ചാനലൈസ് ചെയ്ത് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കാര്യം ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ബ്രേക്കപ്പ് സംഭവിച്ചു, ആ സമയത്ത് നിങ്ങൾ ആ ഒരു സങ്കടവും വിഷമവും ഒക്കെ മാർക്കാനായിട്ട് നിങ്ങൾ ജിമ്മിലേക്ക് പോകുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സങ്കടം തോന്നുന്ന ഒരു കാര്യം സംഭവിച്ചു, നിങ്ങൾ പെയിൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ജോഗിന് പോകുന്നു. ഇതിലൊക്കെ സംഭവിക്കുന്നത്, നമ്മൾ പോസിറ്റീവായിട്ട് ഒരു പ്രൊഡക്റ്റീവ് ഔട്ട്കം അല്ലെങ്കിൽ ഔട്ട്ലെറ്റ് കൊടുക്കുകയാണ് നമ്മളുടെ ആ നെഗറ്റീവ് ഇമോഷൻസിന്. ഇത് ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ളൊരു കോപ്പിംഗ് മെക്കാനിസമാണ്.
സിഗ്മണ്ട് ഫ്രോയിഡ് ആക്ച്വലി ഒരുപാടധികം ഡിഫെൻസ് മെക്കാനിസംസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കൂടെ എനിക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കോമൺലി കണക്ട് ചെയ്യാൻ പറ്റുന്നതും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും മോസ്റ്റ്ലി നമ്മൾ എന്തൊക്കെയാണോ യൂസ് ചെയ്യാറ് അതിനൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ട്രൈ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്ത് എല്ലാ ഡിഫെൻസ് മെക്കാനിസംസും അൺഹെൽത്തിയാണ് എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ നിന്നും ചിലത് ഹെൽത്തി, ചിലത് അൺഹെൽത്തിയാണ്. ആക്ച്വലി അൺഹെൽത്തി ആയിട്ടുള്ള കോപ്പിംഗ് മെക്കാനിസംസ് നമ്മൾ ഒരുപാട് നാളത്തേക്ക് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മളുടെ റിയൽ ഇമോഷൻസ്, റിയൽ ഫീലിങ്സ് ആൻഡ് എന്തിനൊക്കെയാണോ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് അത് നമ്മൾ പ്രോപ്പർലി അഡ്രസ്സ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താ സംഭവിക്കുക, ഓവർ ദ ടൈം ഈ എല്ലാം നമ്മൾ സപ്രസ് ചെയ്യാൻ നോക്കിയിട്ടുള്ള ഇമോഷൻസ് ആയാലും നമ്മൾ ഫേസ് ചെയ്യാതെ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഇമോഷൻസ് ആയാലും എല്ലാം കൂടെ ബോട്ടിലപ്പായി ഇവൻച്വലി ഒന്നിലത് നമ്മൾ പൊട്ടിത്തെറിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ രീതിയിൽ അത് ഷോക്കേസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ആങ്സൈറ്റി ആയിട്ടോ, ഫിയർ ആയിട്ടോ, ഫോബിയാസ് ആയിട്ടോ, അങ്ങനെ പല രീതിയിലും അത് പിന്നീട് മാനിഫെസ്റ്റ് ചെയ്ത് വന്നെന്ന് വരാം. അതുകൊണ്ട് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ അങ്ങനെ ഇങ്ങനത്തെ അൺഹെൽത്തി ആയിട്ടുള്ള ഏതെങ്കിലും കോപ്പിംഗ് മെക്കാനിസം കോൺസ്റ്റൻ്റ്ലി യൂസ് ചെയ്യുന്നുണ്ടോ, കണ്ടിന്യൂസ് ആയിട്ടൊരു പാറ്റേൺ നമ്മളുടേത് അങ്ങനെ ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ ട്രൈ ചെയ്യുക. കാരണം അവെയർനെസ് ആണ് എല്ലാത്തിൻ്റെയും കീ. ഇനിയുള്ളൊരു ട്രിക്കി പാർട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഫെൻസ് മെക്കാനിസംസ് യൂഷ്വലി അൺകോൺഷ്യസ്ലി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അവെയർ ആവാനായിട്ട് നമ്മൾ എക്സ്ട്രാ എഫേർട്സ് ഇട്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇങ്ങനത്തെ ഡിഫെൻസ് മെക്കാനിസംസ് നമ്മളുടെ ഡെയിലി ലൈഫിൽ ഒരു പാറ്റേൺ ആയിട്ട് കൊണ്ടു നടക്കുന്നുണ്ടോ എന്ന്. അതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുകയെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം. അതിലാദ്യത്തെ സ്റ്റെപ്പാണ് സെൽഫ് റിഫ്ലെക്ഷൻ. നിങ്ങൾ തന്നെ ഇരുന്ന് ചിന്തിക്കുക, നിങ്ങൾ ഇങ്ങനത്തെ ഏതെങ്കിലും ഡിഫെൻസ് മെക്കാനിസംസ് യൂസ് ചെയ്യുന്നുണ്ടോ, നിങ്ങളൊരു ഭയങ്കര ഓവർവെൽമിങ് അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് പെരുമാറാറ്, നിങ്ങളതിനെ ഫേസ് ചെയ്യാറുണ്ടോ, അതോ നിങ്ങളുടെ ബ്ലെയിം വേറൊരാളുടെ മേലിൽ ഷിഫ്റ്റ് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തീരെ ഡിസ്കസ് ചെയ്യാതെ അവോയ്ഡ് ചെയ്യാറുണ്ടോ, അങ്ങനത്തെ എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഇരുന്ന് ചിന്തിക്കുക. കാരണം നിങ്ങളുടെ ലൈഫ് ആയതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറാറ് എന്ന്. അങ്ങനെ സെൽഫ് റിഫ്ലെക്ഷനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ജേർണലിംഗ്. അപ്പോൾ നിങ്ങൾ ജേർണലിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന തോട്ട്സ്, നിങ്ങൾക്ക് വരുന്ന ഫീലിങ്സ് ഇതൊക്കെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് പ്രോപ്പർ ജേർണലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അൺകോൺഷ്യസ് ആയിട്ട് നടക്കുന്ന എന്തെങ്കിലും ഇങ്ങനത്തെ പ്രോസസ്സസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിഹേവിയറൽ പാറ്റേൺ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അടുത്തൊരു പ്രാക്ടീസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയതാണ് മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ്സിനകത്ത് നിങ്ങൾ പ്രസൻറ്റ് മേളിൽ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടും കൂടുതൽ നോൺ ജഡ്ജ്മെൻ്റലായിട്ട് നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ഫീലിങ്സ് ആൻഡ് സിറ്റുവേഷനെയും ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും നോട്ടീസ് ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതിനാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ ഇഷ്യൂസിനെ, അതോ അവോയ്ഡ് ആണോ ചെയ്യുന്നത്, എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ഒക്കെ കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കാൻ പറ്റും. അടുത്ത നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഒരു ട്രസ്റ്റഡ് ഫ്രണ്ട് അല്ലെങ്കിൽ പാർട്ട്ണർ, അങ്ങനെ ഏതെങ്കിലും ഒരു ട്രസ്റ്റഡ് പേഴ്സൻ്റെ നിന്ന് നമുക്ക് ഫീഡ്ബാക്ക് വാങ്ങിക്കുക. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ ചിലപ്പം ഇങ്ങനത്തെ ഡിഫെൻസ് മെക്കാനിസംസ് യൂസ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഒരു ബിഹേവിയറൽ പാറ്റേണായി മാറിയിരിക്കുകയാണോ എന്നൊക്കെ ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാര്യങ്ങൾ പോയി ഓപ്പൺലി സംസാരിച്ച് ഡിസ്കസ് ചെയ്യാൻ അവരുടെ ഫീഡ്ബാക്ക് വാങ്ങുക. ലൈക്ക് അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ, നിങ്ങൾ അങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതായിട്ട് എന്ന്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു തെറപ്പിസ്റ്റിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളത്. ഒരു തെറപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒരു കൗൺസിലറിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഡിഫെൻസ് മെക്കാനിസംസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ, ലൈക്ക് നിങ്ങളുടെ ഒരു പാറ്റേണായി മാറിയിട്ടുണ്ടോ, ഇങ്ങനെ അൺഹെൽത്തി കോപ്പിംഗ് മെക്കാനിസം ഉണ്ടോ, അതിനെങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും, ഹെൽത്തി ആയിട്ടുള്ള കോപ്പിംഗ് മെക്കാനിസംസ് എന്തൊക്കെയാണ്, ആ സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ആൻഡ് ഇതിൻ്റെ പുറകിലൊക്കെ എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള അൺകോൺഷ്യസ് എന്തെങ്കിലും ട്രോമാസോ മെമ്മറീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയും അഡ്രസ്സ് ചെയ്ത് എങ്ങനെ നിങ്ങളുടെ ആ ഹീലിംഗ് പ്രോസസ്സിൽ നിങ്ങളെ ഹെൽപ്പ് ആൻഡ് ഗൈഡ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോയിൽ നിന്നും ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഡിഫെൻസ് മെക്കാനിസംസിനെ നമ്മളുടെ ലൈഫിൽ നിന്നും ടോട്ടലി മാറ്റിക്കളയണം അല്ലെങ്കിൽ നമ്മളിത് ഫോളോ ചെയ്യാൻ പാടില്ല എന്നൊന്നുമല്ല. നമ്മളിതിനെക്കുറിച്ച് അവെയറായി കൂടുതൽ ബാലൻസ് നമ്മളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം.
പറ്റും നമ്മളെ കൊണ്ട് എന്നതുകൊണ്ടാണ്. ബിക്കോസ് നമ്മളുടെ ലൈഫിൽ നമ്മൾ ഈ ഡിഫൻസ് മെക്കാനിസംസ് യൂസ് ചെയ്യുന്നത് നമ്മൾ നോർമൽ ഹ്യൂമൻസാണ്, നമ്മളെല്ലാവരും നാച്ചുറലി ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ നമുക്കൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കൂടുതൽ അവെയർനെസ്സും ആക്ഷനും അക്സെപ്റ്റൻസും ഒക്കെ നമ്മളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ ഡിനയലിനെ ആക്സെപ്റ്റൻസിലോട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലോട്ട് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന രീതിയിൽ നമുക്ക് ഒരു നെഗറ്റീവ് ഇമോഷനെ ചാനലൈസ് ചെയ്ത് പോസിറ്റീവ് ഒരു ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവ് ഔട്ട്ലെറ്റ് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മളൊരു ക്ലിയർ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ റിലേഷൻഷിപ്സ് ഹെൽത്തിയർ ആവും, നമുക്ക് സ്ട്രെസ്സ് ബെറ്ററായിട്ട് എഫക്റ്റീവായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ആൻഡ് ആസ് ഇൻഡിവിജ്വൽസ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും നമ്മളുടെ ലൈഫിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ ഹെൽപ്ഫുൾ ആൻഡ് ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്നും പ്രതീക്ഷിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് വേറെ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഇത് ഹെൽപ്ഫുള്ളായി മാറട്ടെ. സോ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.